നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നിപ്പയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് കേരള ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിലെ പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടറും സ്റ്റേറ്റ് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ റീത്ത KP ആണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചുമതല കൂടിയുണ്ട് ഡോക്ടർക്ക്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇപ്പോൾ നിപ്പ പ്രതിരോധത്തിൻ്റെ ചുമതല വഹിക്കുകയാണ് ഡോക്ടർ റീത്ത. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, നിപ്പ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പ്രധാനമായും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? നമുക്കിപ്പം ഇവിടെ വന്നിരിക്കുന്ന വന്നിരിക്കുന്ന കേസുകള് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 3 ജില്ലകളിലായിട്ടാണ് നമുക്കിപ്പം നിപ്പ കേസിന്റെ ഒരു വ്യാപനം കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിപ്പയുടെ ലക്ഷണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് സാധാരണ പനിയും, തലവേദന, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന മാതിരിയുള്ള രോഗങ്ങൾ. അപ്പൊ നമ്മൾ ഏതൊരു പനി കേസ് വന്നു കഴിഞ്ഞാലും ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത്, അതായത് ശ്വാസം മുട്ടല് കൂടുതലായതിനു ശേഷം അവർക്ക് ശ്വാസ തടസ്സം വരികയും അങ്ങനെ വരുന്ന കേസുകൾ എപ്പോഴും നമ്മുടെ സർവൈലൻസിലുണ്ടാവും. അതേപോലെ തന്നെ പനിയോ അവസ്മാരവുമായിട്ട് വരുന്ന കേസുകളും ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും നമ്മുടെ സർവൈലൻസിൽ വെക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്യുക. ഡെങ്കിപ്പനിക്ക് ആണെങ്കിലും നമുക്ക് ഈ മാതിരി അവസ്മാരങ്ങളുടെ മാതിരിയുള്ള അസുഖങ്ങൾ വരാം. അപ്പോൾ ഈ ഉള്ള കേസുകൾ നമ്മൾ സർവൈലൻസിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് എല്ലാ വൈറൽ ഇൻഫെക്ഷൻസിന്റെ പാനൽ ടെസ്റ്റിങ്ങും നമ്മൾ ചെയ്യും. അത് എല്ലാ ടെസ്റ്റിങ്ങുകളും ചെയ്ത് നിപ്പയും കൂടെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ കേസുകൾ, നമ്മുടെ സംസ്ഥാനത്ത് കേസുകൾ കണ്ടുപിടിക്കുന്നത്. കാരണം നമ്മുടെ ഫീൽഡ് ആക്ടിവിറ്റീസ് വളരെ സ്ട്രോങ് ആയതുകൊണ്ടും ഫീൽഡ് സർവൈലൻസ് വളരെ സ്ട്രോങ് ആയതുകൊണ്ടും നമ്മൾ ഇങ്ങനത്തെ കേസസ് പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകം നമ്മൾ പറയാറുള്ള വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് വവ്വാലുകളുടെ സാന്നിധ്യം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ മലപ്പുറം ഏരിയകളിലൊക്കെ ഒരുപാട് ബാറ്റ് റൂസ്റ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും വവ്വാലിന്റെ ആവാസ സ്ഥലം, അതായത് അവർ അതാക്കുന്ന സ്ഥലങ്ങൾ ഒരു കാരണവശാലും നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. കാരണം അവരുടെ ഒരു എക്കോളജിക്കൽ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ ഒരു സ്ട്രെസ്സിനകത്ത് ഇവർക്ക് ഒരുപാട് ഇത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എല്ലാ വവ്വാലുകളും ഇൻഫെക്റ്റഡ് ഒന്നുമല്ല. പക്ഷെ നമ്മൾ അവരെ എത്രത്തോളം, ഇപ്പൊ പല സ്ഥലങ്ങളിൽ നമുക്കറിയാം വെടിവെച്ചിട്ട് ഇവരെ പറപ്പിക്കുക, അല്ലെങ്കിൽ മരം വെട്ടിയിട്ട് ഇവരെ ഇതാക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വവ്വാലുകളുടെ സ്ട്രെസ്സിൻ്റെ കൂടുതൽ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതേമാതിരി തന്നെ വവ്വാല് കടിച്ചിട്ട പഴങ്ങൾ, നമ്മൾ പണ്ട് സാധാരണ എപ്പോഴും പറമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും പഴങ്ങൾ കാണുകയാണെങ്കിൽ നമ്മളത് നന്നായി കഴുകി ചെത്തിയിട്ടൊക്കെ സാധാരണ കഴിക്കും. പക്ഷെ ഈ വവ്വാലിന്റെ ഇത് വന്നതിന് ഈ നിപ്പ അസുഖം വന്നതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ഒരു IEC എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു അവബോധം കൊടുക്കുന്നതാണ്. ഒരു കാരണവശാലും നമ്മൾ പറമ്പിൽ വീണ് കിടക്കുന്ന സാധനങ്ങൾ കഴുകാതെയും, അത് വവ്വാൽ എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ കടിച്ച സാധനങ്ങൾ ഒരിക്കലും കഴിക്കരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും പോവാറുണ്ട്. അതേമാതിരി നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഇതാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അത് നല്ല രീതിയിൽ നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ എന്നുള്ളത് പറഞ്ഞില്ല. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വവ്വാലുകളെ ഒരു കാരണവശാലും ഉപദ്രവിക്കാതിരിക്കാം. എന്ന് വെച്ചാൽ അവര് ഈ മനുഷ്യന്മാർ താമസിക്കുന്ന ഇടത്തുള്ള മരങ്ങളിലൊക്കെ ഇതായി കിടക്കുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ എത്രത്തോളം ഉപദ്രവിക്കുന്നോ അത്രത്തോളം നമുക്ക് ഈ പറയുന്ന കേസസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, ഈ വവ്വാലിൻ്റെ അല്ലാതെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നും അടക്കം നിപ്പ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? അതായത് നമ്മൾ ബംഗ്ലാദേശിന്റെ കേസിലാണെങ്കിൽ നമ്മുടെ പന്നികളാണ് നമ്മൾ ഹോസ്റ്റ് ആയിട്ട് ആക്ച്വലി കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പൊ വന്ന നിപ്പ കേസുകൾ നമ്മൾ വന്ന മലപ്പുറം ജില്ലയിലെ ഈ പറയുന്ന മാതിരി ബാറ്റ് റൂസ്റ്റേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം ബാറ്റിനകത്ത് ഈ വൈറസിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പൊ നമ്മൾ അവിടെയുള്ള എല്ലാ ഡൊമസ്റ്റിക് അനിമൽസിനെയും നമ്മൾ സാധാരണ ഈ ഒരു കേസ് വരുമ്പോൾ നമ്മൾ സർവൈലൻസ് നടത്തും. അതിന്റെ സാമ്പിള് വെറ്റിനറി വിഭാഗം കളക്ട് ചെയ്ത് നമ്മൾ ആ സാമ്പിൾ ടെസ്റ്റിങ്ങിന് വിടാറുണ്ട്. പക്ഷെ നമുക്ക് ബാക്കി ഒന്നും ഇതുവരെ നമുക്കൊരു വൈറസിന്റെ സാന്നിധ്യം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പന്നികളാണെങ്കിലും വീട്ടിൽ വളർത്തുന്ന പട്ടികൾ, ഇതിലൊക്കെ നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് പക്ഷെ അതിലൊന്നും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടൊരു ഇത് കിട്ടിയിട്ടില്ല.
ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് വീട്ടിലെ ഒരു നിപ്പ വരുന്നു, അത് എത്ര ദിവസം കൊണ്ട് മറ്റൊരാളിലേക്ക് അതിൻ്റെ രോഗാണു എത്തും? എങ്ങനെയൊക്കെയാണ് എത്താനുള്ള സാഹചര്യങ്ങൾ? അത് നമുക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ബാക്ടീരിയ നമുക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ 4 മുതൽ 21 ദിവസം 14 ദിവസം വരെ അതിനകത്ത് ഈ രോഗി ലക്ഷണങ്ങൾ കാണിക്കും. പക്ഷെ ഒരാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 21 ഡേയ്സ് ആണ്. അപ്പൊ 21 ദിവസം നമ്മൾ ഈ വവ്വാലിന്റെ ഇത് കൊണ്ട് നമുക്ക് ഇത് വരികയോ അല്ലെങ്കിൽ ഈ നിപ്പ വന്ന ഒരാളുടെ സമ്പർക്കത്തിൽ നിന്ന് നമുക്ക് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺടാക്ട്സിനെ നമ്മൾ പ്രൈമറി കോൺടാക്ട്സ് ഹൈ റിസ്ക്കും ലോ റിസ്ക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. അതായത് അവരെ ആ രോഗിയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടായിരുന്നു, അതായത് അവർക്ക് ഈ ചിലപ്പോൾ ഛർദിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഛർദിച്ച ആ ഇത് കോരിക്കളയുകയും അവർ ഉപയോഗിച്ചിരുന്ന തുണികളും ഇതും നമ്മൾ കഴുകുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്തൊക്കെയാണോ അവർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ, അതായത് മാസ്കും ഗ്ലൗസും ഒന്നും ഉപയോഗിക്കാതെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാറ്റഗറൈസേഷൻ ചെയ്യും. ഹൈ റിസ്ക് ലോ റിസ്ക് എന്നുള്ള കാറ്റഗറൈസേഷൻ ചെയ്യും. അപ്പം ഇവരെ നമ്മൾ ക്വാറന്റൈനിൽ, അതായത് 21 ദിവസം ഇവരെ ക്വാറന്റൈനിൽ ഇരുത്തിക്കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന ശ്വാസ ഇതായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ പനി തലവേദനയായിട്ട് അവസ്മാരം അതിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. ചുമയോ ജലദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കാറ്റഗറിക്ക് അനുസരിച്ച് നമ്മൾ ടെസ്റ്റിങ്ങിന് വിധേയമാക്കും. അപ്പൊ 21 ദിവസം വരെയാണ് ഈ കോൺടാക്ട്സിന് നമ്മൾ ക്വാറന്റൈനിൽ ഇരുത്തുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു നിപ്പയുടെ ഇത് ഫുൾ കഴിഞ്ഞു എന്നുള്ളത് ഡബിൾ ദ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് 42 ദിവസം കഴിഞ്ഞാലാണ് പിന്നീട് ഒരു കേസ് വന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അത് നിപ്പ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും ആ ഏരിയ. ശരി ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഒരു നിപ്പയുടെ ഒരു സാധാരണ ലക്ഷണം, അത് ഏത് ഘട്ടത്തിലാണ് ലക്ഷണം പുറത്തു വരുന്നില്ല? ആദ്യ ഘട്ടത്തിൽ തന്നെ നിപ്പയുടെ ലക്ഷണങ്ങളൊക്കെ ഒരാളുടെ ശരീരത്തിലേക്ക് കണ്ടുവരുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു രോഗിനകത്ത് ഈ നിപ്പ വൈറസ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ 4 മുതൽ 14 ദിവസത്തിനുള്ളിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അപ്പൊ ചിലപ്പോൾ തുടക്കത്തിൽ പനിയോ തലവേദനയോ ആയിട്ടായിരിക്കും രോഗി പ്രസന്റ് ചെയ്യുക. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഇത് പനിയും ചുമയും ജലദോഷവും മാത്രമാണെങ്കിൽ ചിലപ്പോൾ രോഗി കൃത്യമായി ആശുപത്രിയിൽ എത്താത്ത ഒരു ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വേഴ്സൺ ചെയ്ത് ശ്വാസതടസ്സം മാതിരി വരും. ചിലപ്പോൾ രോഗിക്ക് ന്യൂമോണിയ മാതിരിയുള്ള ശ്വാസമുട്ടൽ മാതിരിയുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. അതല്ല, അത് ചിലപ്പോൾ തലച്ചോറിനെയാണ് ബാധിക്കുന്നതെങ്കിൽ രോഗിക്ക് പനിയോടൊപ്പം തന്നെ അവസ്മാരം മാതിരിയുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് രോഗി പറയുന്നത് വളരെയധികം ക്ഷീണമാണ്, പിന്നെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാം, ഒരു ഡിസോറിയന്റഡ് ആയിട്ട്, അതായത് ഒരു മനസാന്നിധ്യം നഷ്ടപ്പെട്ട രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പറയുന്ന കാര്യങ്ങൾ വ്യക്തമല്ലാതെയും അവർക്കൊരു ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിപ്പയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ, ഇവര് ഈ പറയുന്ന ഏരിയകളിൽ എവിടെന്നെങ്കിലും ആണോ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സാധാരണ നോക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സർവൈലൻസ് ആക്ടിവിറ്റീസ് വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ ARDS ആയിട്ട് വരുന്ന കേസസ്, അതായത് സിവിയർ ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാം, പെട്ടെന്ന് രോഗിക്ക് ശ്വാസതടസ്സം വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവർ സാധാരണ ആദ്യമേ ആശുപത്രിയിൽ എത്തുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായും വൈറൽ പാനൽ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യും. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന എല്ലാ ടെസ്റ്റിങ്ങും നമ്മൾ റൂൾ ഔട്ട് ചെയ്യും. നിപ്പയും കൂടെ നമ്മൾ അതിനകത്ത് റൂൾ ഔട്ട് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് ഇതിലൊന്നും നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ സാധാരണ നമ്മുടെ ഇതിൽ നിന്ന് ബാക്ടീരിയൽ എക്സാമിനേഷൻ ചെയ്യുന്ന മാതിരി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ നിന്ന് നമ്മൾ കുത്തിയെടുത്തിട്ട് അമീബ സാന്നിധ്യം കൂടി ഇല്ല എന്നുള്ളതും കൂടെ നോക്കും. അപ്പൊ ഇത്തരം സർവൈലൻസ് ആക്ടിവിറ്റീസ് ഫീൽഡിൽ കൃത്യമായി നടക്കുന്ന ഇതിലാണ് കിട്ടുന്നത്. ഇപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് വന്നൊരു കേസിനകത്ത് ഒരു ഡെഡ് ബോഡി വന്നതിനകത്ത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു ലക്ഷണങ്ങളുമായിട്ടല്ല രോഗി പ്രസന്റ് ചെയ്തത്. അവർ കുറച്ച് ഡിസോറിയന്റഡ് ആയിരുന്നു. പക്ഷെ വന്നു പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സാമ്പിൾസ് കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിപ്പ ടെസ്റ്റ് ചെയ്തത്. അപ്പൊ അത് പോസിറ്റീവായി വന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഇടയ്ക്കും എല്ലാവർക്കും അവയർനെസ് കൊടുക്കുന്നതിന് അനുസരിച്ച് നമ്മുടെ സർവൈലൻസ് കൂടുതൽ, നമ്മൾ കേസസ് കൂടുതൽ കണ്ടുപിടിക്കുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിപ്പ കണ്ടു കഴിഞ്ഞാൽ ആ എപ്പി സെന്ററിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഫീവർ സർവൈലൻസ് ചെയ്യും. വെച്ചാൽ ആ ഫീൽഡിൽ ആ ഏരിയയിൽ എവിടേക്കാണോ ഉള്ള വീടുകളുടെ നമ്പർ എടുത്തു എല്ലാ വീടുകളിലും ആരോഗ്യ പ്രവർത്തകർ പോയി സന്ദർശിച്ചതിന് ശേഷം അവിടെ ഏതെങ്കിലും കേസസ് ഫീവറുമായിട്ട് വന്നിട്ടുണ്ടോ, ആ ഫീവർ കേസ് ഇതുമായിട്ട് എന്തെങ്കിലും, അതായത് ഈ പറഞ്ഞ രോഗി പോയ സമയത്ത് ആശുപത്രി, അതിനാണ് നമ്മൾ റൂട്ട് മാപ്പ് യൂഷ്വലി ഇടുന്നത്. ഈ രോഗി പോയ സമയങ്ങളിൽ ഇവിടെ അവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ രോഗിയുമായിട്ട് വേറെ എന്തെങ്കിലും സമ്പർക്കം ഉണ്ടായിരുന്നു, അവർക്ക് ഈ അസുഖമുള്ള സമയത്ത് ഇവരെ രോഗി
സന്ദർശിച്ചിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റൂട്ട് മാപ്പിൽ ക്ലിയർ ആയിട്ട് പറയും. അപ്പം അതിനനുസരിച്ച് നമ്മൾ വരുന്ന എല്ലാ ഫീവർ കേസും സർവൈലൻസിൽ വെക്കും. ഇതിൽ ഏതെങ്കിലും ഈ രോഗിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണെങ്കിൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അവരെ ഈ പറയുന്ന ടെസ്റ്റുകൾക്ക് വിധേയമാക്കും. ഒരാൾ മാസ്ക് വെക്കുന്നതല്ലാണ്ട് മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അതെന്തൊക്കെയാണ് സ്വയം ആയി ചെയ്യേണ്ടത്? നമ്മൾ യൂഷ്വലി ഇപ്പം ഈ ഒരു നിപ്പയുടെ അതിന് മാത്രമല്ല, നമ്മളിപ്പം ഈ പറയുന്ന മാതിരി ഒരുപാട് ഇൻഫ്ലുവൻസ കേസസ്, നിപ്പ കൂടാതെ തന്നെ H1N1, H3N2 മാതിരിയുള്ള ഒരുപാട് ഇൻഫ്ലുവൻസ കേസസ് നമ്മുടെ സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കേസിനും, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ, റെസ്പിറേറ്ററി സിംറ്റംസ് ആയിട്ടുള്ള ചുമ, പനി അങ്ങനെയുള്ള സാധനങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ആശുപത്രിയിൽ പോകുമ്പം, ഇപ്പൊ നമുക്കിങ്ങനെ കുറെ കേസസ് ഉള്ള കോവിഡ് കേസസ് ഇടയ്ക്ക് വരാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ഏതൊരു ആശുപത്രിയിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഏതെങ്കിലും നിപ്പ ഇതായിട്ടുള്ള ഏരിയയിലേക്ക് പോകുമ്പോഴും N95 മാസ്ക് നിർബന്ധമായി നമ്മൾ ഉപയോഗിച്ചിരിക്കണം. കാരണം നമ്മളത് ഉപയോഗിക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്കാണ്. നമുക്കറിയില്ല നമ്മുടെ ചുറ്റുള്ള ആർക്കെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മാസ്ക് ഉപയോഗിക്കുക. അതുകൊണ്ട് SMS പാലിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. SMS എന്ന് പറയുമ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടാവണം, സാനിറ്റൈസർ യൂസ് ചെയ്യണം. പിന്നെ ഒരു പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാരണം, ഒരു കാരണവശാലും ആശുപത്രിയിൽ അനാവശ്യമായിട്ടുള്ള രോഗി സന്ദർശനം ഒഴിവാവുക. അതായത് ഒരു രോഗിയുടെ കൂടെ അവർക്ക് ബൈസ്റ്റാൻഡറായിട്ട് രോഗിയുടെ കൂട്ടിരിപ്പായിട്ട് ഒരാൾ മാത്രം നിൽക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു, അതിൽ വന്നു, അവർക്ക് വന്ന അസുഖം ഇവർ പിന്നെ പല സ്ഥലങ്ങളിലും പോകും. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണമെന്നും ഈ പറയുന്ന ഏരിയകളിൽ നമ്മൾ പോകുമ്പോൾ കൃത്യമായിട്ട് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനും നമ്മുടെ എല്ലാ മീഡിയയിലും കൂടെയാണെങ്കിലും നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൂടെയാണെങ്കിലും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഈ പറയുന്ന സർവൈലൻസ് ചെയ്യുമ്പോൾ വീട്ടിൽ പോയി ഇതാക്കുന്ന സമയത്ത് ഇത് കൃത്യമായി നമ്മൾ അവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കേസസ് ഒരുപാട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കാരണം വെച്ചാൽ അസുഖം വരില്ല എന്നല്ല, വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന മാതിരി നിപ്പയുടെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വൈകുക അല്ലെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ എത്താൻ വൈകുക ചെയ്ത് കഴിഞ്ഞാൽ മോർട്ടാലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പം അതായത് 70% മോർട്ടാലിറ്റി നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കുമ്പം അതിനനുസരിച്ചുള്ള ആ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഈ പറയുന്ന മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഇത് ഉപയോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടൊരു കേസ് വരാതിരിക്കാനുള്ള സാഹചര്യം നമുക്ക് തടയാൻ പറ്റും. ഡോക്ടർ വളരെ വ്യക്തമാണ്. ഡോക്ടർ, നമുക്കറിയാം മുൻകാല അനുഭവങ്ങൾ കേരളത്തിന് വളരെ മാതൃകാപരമായ ലോകത്തിന് തന്നെ വളരെ മാതൃകാപരമായ അനുഭവങ്ങൾ കേരളത്തിനുണ്ട്, കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തും തന്നെയുണ്ട്. നിപ്പയെ നമ്മൾ പിടിച്ചു കെട്ടുന്നു, നിപ്പയ്ക്ക് വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത്തരം പ്രവർത്തനങ്ങൾ ഡോക്ടർ അടക്കം ഇപ്പോൾ പാലക്കാട് നിപ്പ ഇതുമായി ബന്ധപ്പെട്ട് കൺട്രോൾ റൂമിൽ പ്രവർത്തനത്തിലാണുള്ളത്. അപ്പം അത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഒരു പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ റൂട്ട് മാപ്പ് നമ്മൾ പ്രസിദ്ധീകരിക്കും. അതായത് ഇവർ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ ആ സ്ഥലങ്ങളിൽ നമ്മൾ റൂട്ട് മാപ്പ് കൃത്യമായി കൊടുക്കും. അപ്പം ആളുകളെ സംബന്ധിച്ച് ഈ സമയങ്ങളിൽ അവർ പോയിട്ടുണ്ടെങ്കിൽ അവർ സെൽഫ് റിപ്പോർട്ടിങ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പേഷ്യൻസിന് വേണ്ട, നമ്മളിവിടെ കോൾ സെന്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ 3 ജില്ലകളിലും ഇപ്പോൾ ഓൾറെഡി ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അവിടെ കോൾ സെന്റർ 26 കമ്മിറ്റികളാണ് നമ്മൾ ഇതിനു വേണ്ടി രൂപീകരിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓരോരോ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ 27 കമ്മിറ്റികളാണ് നമ്മൾ ഒരു ജില്ലയിൽ ഇതിനു വേണ്ടി കൺട്രോൾ റൂമിൽ കൂടുന്നത്. അപ്പം ഈ കേസുകളിൽ നമ്മൾ റൂട്ട് മാപ്പ് ആദ്യം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും ഈ പറയുന്ന ഏരിയകളിൽ ഈ സമയങ്ങളിൽ നമ്മൾ കൃത്യം സമയം ഇട്ടിട്ടാണ് റൂട്ട് മാപ്പ് കൊടുക്കുന്നത്. ആ ഏരിയയിൽ ഇവരെ ആരെങ്കിലും പോയിട്ടുണ്ട്, അവർക്ക് ഈ മാതിരി പനിയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ കോൾ സെന്ററിൽ വിളിച്ച് ചോദിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് മാനേജ് ചെയ്യും. ചിലപ്പോൾ വിളിക്കുന്നത് പേടി കൊണ്ടായിരിക്കും. അപ്പൊ അതിനുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള വേറൊരു കമ്മിറ്റി നമ്മളിവിടെ രൂപീകരിക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ കോൺടാക്ട് ട്രേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതിനകത്താണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി അവര് മാസ്ക്, ഈ പറയുന്ന ആൾക്കാർ ഇപ്പൊ രോഗിയെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോവുക, അല്ലെങ്കിൽ അവരെ ചികിത്സിക്കാൻ വേണ്ടി പോയിരിക്കുന്ന ഡോക്ടർമാര്, സിസ്റ്റർമാര്, അറ്റൻഡേഴ്സ്, അങ്ങനെ പല ആളുകളുണ്ടോ.
ഇവരൊക്കെ മാസ്കും ഗ്ലൗസും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണോ വെച്ചാൽ ഇവർക്ക് ചിലപ്പോൾ നേരത്തെ വരുമ്പോൾ പേഷ്യന്റ് ഫീവർ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, ഇവർക്ക് ഇതിനെ കുറിച്ച് അറിയുണ്ടാവില്ല, ഇവര് ഒരു നിപ്പ പ്രോബബിൾ കേസ് ആണെന്ന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. നേരെ മറിച്ച് പേഷ്യന്റ് ഫീവറും തലച്ചോറിന് പനിയും അപസ്മാരമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് അവർ ഓൾറെഡി ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ റിസ്ക് കാറ്റഗറൈസേഷൻ ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ അതിന് ടെസ്റ്റിങ്ങിനുള്ള സംവിധാനം പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്ത് എവിടെയാണ് ഏത് ഐസൊലേഷനിലാണോ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ആ ആശുപത്രി ഐഡന്റിഫൈ ചെയ്യും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വാബ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സ്വാബിന്റെ റിസൾട്ട് കിട്ടുന്നവരെ ആ ആശുപത്രിയിൽ അവരെ നമ്മൾ കിടത്തും. അത് വലിയ ആശുപത്രി ആവണമെന്നൊന്നുമില്ല, നമ്മൾ ഏതെങ്കിലും ഈ പറയുന്ന ജില്ലകളിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെ നമ്മൾ ഈ പേഷ്യന്റിനെ കൊണ്ടുവരും. നമ്മൾ അവിടെ നിന്ന് സ്വാബ് ടെസ്റ്റ് ചെയ്യും. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരെ നമ്മൾ ഹോം ഐസൊലേഷനിൽ വിടും. അപ്പം റിസ്കിനനുസരിച്ച് 21 ദിവസം ക്വാറന്റൈൻ നിർബന്ധമാണ്. പക്ഷെ അതിനനുസരിച്ച് ലക്ഷണങ്ങൾ വരുമ്പോൾ സ്വാബ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും ഇവർ വീട്ടിൽ പോയാലും അവിടെ ക്വാറന്റൈനിൽ ഇരിക്കണം. ഇത് മാനേജ് ചെയ്യാൻ വേറൊരു ടീം നമുക്ക് ആക്ച്വലി ഉണ്ട്. അപ്പൊ ഈ പേഷ്യന്റ് ഇപ്പോൾ സിംറ്റമാറ്റിക് ആയിട്ട് വീട്ടിൽ നിന്ന് വിളിച്ച് പറയണം എനിക്കിങ്ങനെ ലക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 108 ആംബുലൻസിൽ പോയി ആ പേഷ്യന്റ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് അവരെ നമ്മൾ അവിടെ കൊണ്ടുവിടും. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള കമ്മിറ്റീസ് ആണ് നമുക്ക് ഈ പറയുന്ന ഓരോ കൺട്രോൾ റൂമിലുള്ളത്. പിന്നെ അതോടുകൂടി നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഈ വന്നിരിക്കുന്ന ഇൻഡെക്സ് ഗേറ്റ് എപ്പിസെന്റർ എന്നുള്ള രീതിയിൽ അതിന്റെ ചുറ്റുമുള്ള 3 കിലോമീറ്റർ ചുറ്റളവുള്ള എത്ര വീടുകളുണ്ടോ അത്രയും വീടുകൾ, ഇപ്പൊ 3000 വീടുള്ളതിന് ആ 3000 വീടും ഈ ആരോഗ്യ പ്രവർത്തകർ ടീമായിട്ട് പോയി സന്ദർശിക്കും. 2-3 ദിവസത്തിനകത്ത് ഇത് ഫുൾ കവർ ചെയ്യും. അതിനകത്ത് പൂട്ടിയിട്ടുള്ള വീടുകളുണ്ടെങ്കിൽ സ്ഥിരമായി പൂട്ടിയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ആശുപത്രിയിൽ എന്തെങ്കിലും അഡ്മിറ്റ് ആയതുകൊണ്ട് പൂട്ടിയിട്ടുള്ളതാണോ എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയിട്ട് ഒരു ഇത് നമ്മൾ ഉണ്ടാക്കും. അതിനകത്ത് പനിയുള്ള കേസസിന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അതേമാതിരി അവിടെയുള്ള ആശുപത്രികളിൽ ഈ പറയുന്ന മാതിരി ARDS അല്ലെങ്കിൽ അക്യൂട്ട് എൻകെഫലൈറ്റിസ് സിൻഡ്രോം എന്ന് പറയുന്നത് പനിയും അപസ്മാരം കൂടെ ലക്ഷണങ്ങളായിട്ട് വരുന്ന രോഗികളുണ്ടെങ്കിൽ അവരെയും കൂടെ നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി വെറ്റിനറി വിഭാഗം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന മാതിരി വവ്വാല എവിടെയെങ്കിലും ഇതുകൊണ്ടൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിലായിട്ട് വീണതായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവിടെ എന്ത് ഇത് ചത്താലും നമ്മളത് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. അവരതിന്റെ ഇതെടുത്ത് ടെസ്റ്റിന് അയക്കും. പക്ഷെ അവിടെയുള്ള ബാറ്റ് റൂസ്റ്റേഴ്സിന്റെ എന്തെങ്കിലും ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണമെങ്കിൽ അത് വൈൽഡ് ലൈഫിന്റെ സഹകരണത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റും വൈൽഡ് ലൈഫും ആരോഗ്യ പ്രവർത്തകർ, LSGD, പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കൂടെ ഏകീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുക. പിന്നെ പോലീസിനകത്ത് നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കുന്ന വയലേഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ റൂട്ട് മാപ്പിന്റെ ഇത് നമുക്ക് എവിടെയെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ CCTV ഫുട്ടേജ് എടുക്കാനും പിന്നെ ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെയാണ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവിടെ കണ്ടെയ്ൻമെന്റ് സോണിൽ സ്കൂൾസ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈൻ ക്ലാസ്സസ് കൃത്യമായി നടക്കുന്നതിനുള്ള ഇത് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള കടകൾ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കും. അപ്പൊ ആ കടകളിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഈ റേഷൻ അവർക്ക് എത്തിച്ചു കൊടുക്കാനോ ഇവർ എത്തിച്ചു കൊടുക്കും. ഗൂഗിൾ പേ വഴിയാണ് ഇപ്പൊ കടകളിലൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ ഗൂഗിൾ പേ വഴി ഇതാക്കാം. ഇത്തരത്തിൽ വളരെ ഇതായിട്ട് ക്രമീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ പ്രകാരം തന്നെ നമ്മൾ ഓൾറെഡി നിപ്പയ്ക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റികൾ യഥാസമയം നടക്കുന്നുണ്ടെന്നുള്ള നമ്മൾ ഉറപ്പുവരുത്തും. ഇതുമാതിരി തന്നെയാണ് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് സർവൈലൻസിന് ഒരു ഇതുണ്ട്, പിന്നെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ ഒരു ഇതുണ്ട്, ആംബുലൻസ് ട്രാൻസ്പോർട്ടേഷൻ വേറെ ലാബില് സാമ്പിൾസ് എത്തിക്കാൻ. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ റൂമിൽ നിന്നും ഏകോപിക്കുന്നത്. ഇതിന്റെ എല്ലാം ചുമതല ഓരോ പ്രൊസീഡിങ്സ് ഇറങ്ങുന്നത് കണ്ടെയ്ൻമെന്റ് സോണിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ പ്രൊസീഡിങ്സും ഇതിന്റെ ബാക്കി എല്ലാം ചെയ്തത് അവിടുത്തെ ബഹുമാനിയായിട്ടുള്ള ജില്ലാ കളക്ടർമാരാണ്. അവരുടെ നേതൃത്വത്തിലും അവിടുത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുമാണ് നമ്മൾ ഈ പറയുന്ന കമ്മിറ്റികളുടെ ആക്ടിവിറ്റീസ് കൊണ്ടുപോകുന്നത്. ഡോക്ടർ, ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു നിപ്പ വന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായി ഭക്ഷണക്രമത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നിപ്പ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ആ സിംറ്റമാറ്റിക് മാനേജ്മെന്റും ഹോസ്പിറ്റലിനനുസരിച്ചുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. വെച്ചാൽ റെസ്പിറേറ്ററി സിംറ്റംസോ അല്ലെങ്കിൽ രോഗി കോൺഷ്യസോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കാം. പക്ഷെ എന്താ വെച്ചാൽ നിപ്പ ഒരു രോഗിക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ഇത് പകരാതിരിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ രോഗിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ വരുന്നത് എന്തായിട്ട് ഒഴിവാക്കണം. പിന്നെ ഇതില് വന്നതിന് ശേഷമുള്ള ഭക്ഷണക്രമങ്ങൾ തലച്ചോറിനെയാണ് ബാധിക്കുന്നതെങ്കിൽ ചിലപ്പോൾ രോഗി കൊമറ്റോസ് സ്റ്റേജിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ IV ഫ്ലൂയിഡ്സും ബാക്കി കാര്യങ്ങളാണ് കൊടുക്കുക. പക്ഷെ
ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ കൊടുക്കുന്നത് ഒരു കാരണവശാലും അവിടെ സാധാരണ നമ്മൾ കാണുന്നത് ഈ ഫ്രൂട്ട് ബാറ്റ്സ് ആണ് നമ്മൾ സാധാരണ ഇതാക്കുന്നത്. ഇത് പഴങ്ങളുള്ള മരങ്ങളിലാണ് സാധാരണ നമ്മൾ കണ്ടുവരാറ്. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം കണ്ട ഇത് റബ്ബർ മരത്തിന്റെ മേലെയാണ് ഇത് കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ അതിന്റെ ഉള്ളിലേക്കൊക്കെ ചിലപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടാവാം. അപ്പം ഈ ഫ്രൂട്ട്സ് താഴെ വീണ് കഴിഞ്ഞാൽ അത് കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും അത് ഒരു കാരണവശാലും അതിൽ എന്തെങ്കിലും ഒരു കൊത്തലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അണ്ണാൻ കടിച്ചതായിരിക്കാം, ചിലപ്പോൾ വവ്വാൽ ഇതാക്കിയതായിരിക്കാം. ഈ വവ്വാലിന്റെ സലൈവയിനകത്ത് കുറേ വൈറസ് ഉണ്ടാവും, ഇൻഫെക്റ്റഡ് ഇതാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അവിടെ ആ പറയുന്ന ഏരിയകളിൽ നമ്മൾ കൃത്യമായി പറയണം. അത് ആ പറയുന്ന ഏരിയകളിൽ മാത്രമല്ല, ഇതിപ്പോ നമ്മൾ ഈ മലപ്പുറം ഈ ഏരിയകളിൽ ഇങ്ങനെ കേസസ് വരുമ്പോൾ നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ട് സർവൈലൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതേമാതിരി AS കേസസ് വരുമ്പോൾ നമ്മൾ സർവൈലൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ കേസസ് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇതിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് വെച്ചാൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ബാറ്റ് റൂസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് വെസ്റ്റേൺ ഘാട്ട് ഏരിയയിലാണ് ഇത് കൂടുതലെങ്കിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ അത് അവരുടെ ആ ഒരു എക്കോളജിക്കൽ സിസ്റ്റം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ആ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന മാതിരി ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സമയങ്ങളിൽ എങ്ങനെയാണോ നമ്മൾ ഈ വവ്വാലത്തിൽ ജീവിച്ചു പോകാന്നുള്ള ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ കൃത്യമായി പറയേണ്ടത്, ഇപ്പം വീട്ടിലാണെങ്കിലും ചിലപ്പം പുറത്ത് കിടക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും മുറിച്ച് പച്ചമാങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ച് കറി വെക്കാൻ വേണ്ടി അത് മുറിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ കഴിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അത്തരത്തിൽ നമ്മൾ രോഗി ആയതിനു ശേഷമല്ല ഇതിനേക്കാളും അതിന് ആ രോഗിയുമായിട്ട് വരുന്ന ആ ഏരിയകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. നിപ്പയെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത്. ഈ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളും മാതൃകാപരമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഡോക്ടർ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ ഇപ്പം വീണ്ടും വ്യാജ വാർത്തകൾ ഒക്കെ അടക്കം ഈ നിപ്പയെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രധാനമായിട്ടും ഒരു സാധാരണ ഒരു ജാഗ്രതാ നിർദ്ദേശം എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? നമ്മൾ വ്യാജ വാർത്ത, പിന്നെ നമുക്ക് ഏതൊരു ഇത് വരുമ്പോഴും നമുക്ക് വ്യാജ വാർത്തകൾ സാധാരണ മീഡിയയുടെ കൂടെ ആണെങ്കിലും പേപ്പറിന്റെ കൂടെ ആണെങ്കിലും വരും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കമ്മിറ്റിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇത് മീഡിയ ആൻഡ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ അവര് ഇത്തരത്തിലുള്ള സാധനങ്ങൾ എടുക്കുകയും അത് കൃത്യമായി പോലീസിനെ അറിയിക്കുകയും നമ്മൾ ആ വ്യാജ വാർത്തയ്ക്ക് എതിരെയായിട്ട് കൃത്യമായിട്ടുള്ള സത്യങ്ങൾ നമ്മൾ പറയും. അപ്പൊ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് കൂടുതൽ വരുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഒരു ജീവൻ നിലനിർത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ കൃത്യമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് എല്ലാ വകുപ്പും കൃത്യമായിട്ട് ഇത് കൊണ്ടുപോകുന്നത്. അപ്പം അവരവർ തന്നെ അവരവരുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് പരത്താത്ത രീതിയിലുള്ള ഇത് വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കൃത്യമായി ഇതാക്കിയതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക. രണ്ടാമത്തെ, വവ്വാലുകളെ ഒരു കാരണവശാലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഓൾറെഡി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു വവ്വാലിന്റെ പോപ്പുലേഷനിൽ നമ്മൾ ഈ വെടിപൊട്ടിക്കുകയും അപ്പൊ തന്നെ മരത്തിന്റെ ചില്ലകളൊക്കെ വെട്ടി എല്ലാം ചെയ്തു കഴിയുമ്പോൾ വെച്ചാൽ ഈ പറയുന്ന ഇത് കൂടുതലാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവരുടെ ഒരു എക്കോസിസ്റ്റം ആണ് ഈ മരങ്ങൾ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി കഴിഞ്ഞാൽ അടുത്ത വാർഡിലേക്കോ അല്ലെങ്കിൽ അടുത്ത ജില്ലയിലേക്കോ അല്ലെങ്കിൽ അത് അങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഇതുമായിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? എന്നുവെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് താമസിക്കുന്ന ആൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ നമ്മൾ അത് കൃത്യമായി സ്റ്റഡീസിലൂടെ നമ്മളത് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നമുക്കത് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യാം. അതുമായി തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, SMS പാലിക്കുക. ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ മാത്രമല്ല, പൊതുവെ തന്നെ നമുക്ക് ഈ ഒരു സീസണിൽ അസുഖങ്ങൾ കൂടുതൽ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതലുള്ള സമയങ്ങളിലും നമുക്ക് ഈ പറയുന്ന മാതിരി വൈറൽ ഇൻഫെക്ഷൻസ് കൂടുതലുള്ള സമയങ്ങളിലും മാസ്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുക, സാനിറ്റൈസേഷൻ കൃത്യമായിട്ട് ചെയ്യുക, കൈകാലുകൾ നന്നായിട്ട് നമ്മൾ പുറത്തു പോയി വന്നാലും അത് ഇതിന് മാത്രമല്ല, ലെപ്റ്റോ കേസ്, ഡെങ്കു കേസ്, ഇഷ്ടംമാതിരി കേസസ് നമുക്ക് പകർച്ചവ്യാധികൾ നമ്മുടെ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മരണം തടയാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ. അസുഖങ്ങൾ പലപ്പോഴും വരാം, പക്ഷെ അസുഖങ്ങൾ വന്നാലും അത് ഒരു മരണത്തിലേക്ക് ഇതാവാതിരിക്കും. എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും, പേഴ്സണൽ പ്രൊട്ടക്ഷനും, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എല്ലാം നമ്മൾ
മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതേമാതിരി അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ, നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിൽ പോയി ഒരാളെ കണ്ടില്ലെന്ന് വെച്ചാൽ അവർക്ക് ശരി നമ്മളോട് ഡോക്ടർ, ദേഷ്യം. വളരെ വ്യക്തമാണ്. നിപ്പയെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കേരള ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിലെ പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടറും സ്റ്റേറ്റ് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ റീത്ത KP ആണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.